കേരള PSC 14/10/2023 നടത്തിയ LD ക്ലർക്ക്, അക്കൗണ്ടൻറ്റ്, കാഷ്യർ തുടങ്ങിയ പരീക്ഷയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 1 വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ചോദ്യം 1. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിതനായ വ്യക്തി ആരാണ്? ചോദ്യം 1. ഉത്തരം ഡി ആണ്, എസ് സോമനാഥ്. ചോദ്യം 2. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്? ഉത്തരം എ ആണ്, ലീലാ തിലകം. ചോദ്യം 3. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഉത്തരം എ ആണ്, വിപണനം. ചോദ്യം 4. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്ത് ആണ്? ചോദ്യം 4. ഉത്തരം എ ആണ്, ചൈന. ചോദ്യം 5. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഉത്തരം ബി ആണ്, പരിസ്ഥിതി. ചോദ്യം 6. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം എ ആണ്, മിതാലി രാജ്. ചോദ്യം 7. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ഉത്തരം ബി ആണ്, ദാമോദർ മൗസ. ചോദ്യം 8. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ചോദ്യം 8. ഉത്തരം സി ആണ്, മീററ്റ്. ചോദ്യം 9. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ഉത്തരം സി ആണ്, ഫെബ്രുവരി 28. ഏതു വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ചോദ്യം 10. ഉത്തരം സി ആണ്, 2021. ചോദ്യം 11. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഡി ആണ്, ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ചോദ്യം 12. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏത്? ഉത്തരം സി ആണ്, സൗദി അറേബ്യ. ചോദ്യം 13. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ചോദ്യം 13. ഉത്തരം ബി ആണ്, ആനമുടി. ചോദ്യം 14. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏത്? ഉത്തരം ഡി ആണ്, സമ്പാർ തടാകം. ചോദ്യം 15. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എ ആണ്, നർമ്മദ. ചോദ്യം 16. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത്? ഉത്തരം സി ആണ്, റൂർക്കല. ചോദ്യം 17. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഡി ആണ്, ഛത്തീസ്ഗഡ്. ചോദ്യം 18. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ചോദ്യം 18. ഉത്തരം ബി ആണ്, സാദിയ ദൂബ്രി. ചോദ്യം 19. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററിൻ്റെ ആസ്ഥാനം എവിടെ? ചോദ്യം 19. ഉത്തരം എ ആണ്, ഹൈദരാബാദ്. ചോദ്യം 20. നറോറ ആണവ ഊർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ബി ആണ്, ഉത്തർപ്രദേശ്. ചോദ്യം 21. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം സി ആണ്, ബംഗാളി. ചോദ്യം 22. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം ബി ആണ്, ആനന്ദമഠം. ചോദ്യം 23. ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ചോദ്യം 23. ഉത്തരം ഡി ആണ്, മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ചോദ്യം 24. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ചോദ്യം 24. ഉത്തരം എ ആണ്, 2005. ചോദ്യം 25. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ? ഉത്തരം ബി ആണ്, ജസ്റ്റിസ് രംഗനാഥ മിശ്ര.
ചോദ്യം 26. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം സി ആണ്, സോവിയറ്റ് യൂണിയൻ. ചോദ്യം 27. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ചോദ്യം 27. ഉത്തരം എ ആണ്, ആർട്ടിക്കിൾ 32. ചോദ്യം 28. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ. ഉത്തരം ഡി ആണ്, ആന, കാള, സിംഹം, കുതിര. ചോദ്യം 29. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഉത്തരം സി ആണ്, സ്വത്തവകാശം. ചോദ്യം 30. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? ചോദ്യം 30. ഉത്തരം എ ആണ്, 1947 ജൂലൈ 22. ചോദ്യം 32. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? ചോദ്യം 31. ഉത്തരം ഡി ആണ്, സംവാദ് കൗമുദി. ചോദ്യം 32. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആര്? ചോദ്യം 32. ഉത്തരം ബി ആണ്, മാഡം ബിക്കാജി കാമ. ചോദ്യം 33. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം എ ആണ്, കുമാര ഗുരുദേവൻ. ചോദ്യം 34. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തങ്ങളിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആര്? ഉത്തരം എ ആണ്, ദാദാഭായി നവറോജി. ചോദ്യം 35. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഉത്തരം സി ആണ്, മൗണ്ട് ബാറ്റൻ പ്രഭു. ചോദ്യം 36. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത്? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. 36. ഉത്തരം ബി ആണ്, തിരുവിതാംകൂർ സർവകലാശാല. ചോദ്യം 37. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് എ ആണ്, കെ കേളപ്പൻ. ചോദ്യം 38. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവ് ഏത്? ഉത്തരം സി ആണ്, പി കൃഷ്ണപിള്ള. ചോദ്യം 38. വേദാധികാര നിരൂപണം, പ്രാചീന കേരളം എന്നീ കൃതികളുടെ കർത്താവായ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം സി ആണ്, ചട്ടമ്പി സ്വാമികൾ. ചോദ്യം 39. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉത്തരം ബി ആണ്, ഇടനാട്. ചോദ്യം 40. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഡി ആണ്, ശാസ്താംകോട്ട തടാകം. ചോദ്യം 41. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏത്? ഉത്തരം എ ആണ്, വേമ്പനാട്ട് കായൽ. ചോദ്യം 42. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല. ഉത്തരം ഡി ആണ്, വയനാട്. ചോദ്യം 43. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏത്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. ഉത്തരം ബി ആണ്, ചെമ്പഴന്തി. ചോദ്യം 44. കേരളത്തിൻ്റെ ദേശീയ ജലപാത ഏത്? കേരളത്തിലെ ദേശീയ ജലപാത. ഉത്തരം സി ആണ്, NW3. ചോദ്യം 45. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ചോദ്യം 45. ഉത്തരം ബി ആണ്, ഗൗരി പാർവതി ഭായ്. ചോദ്യം 46. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം സി ആണ്, മന്നത്ത് പത്മനാഭൻ. ചോദ്യം 47. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ചോദ്യം 47. ഉത്തരം ഡി ആണ്, ക്വിറ്റ് ഇന്ത്യ സമരം. ചോദ്യം 48. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഉത്തരം എ ആണ്, ലാഹോർ. ചോദ്യം 49. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ഡി ആണ്, ബാലഗംഗാധര തിലക്. ചോദ്യം 50.
സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ? ചോദ്യം 50. ഉത്തരം എ ആണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ചോദ്യം 51. കേരളത്തിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടന്ന വർഷം? കേരളത്തിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടന്ന വർഷം? ഉത്തരം ബി ആണ്, ഉത്തരം ബി ആണ്, 1957. ചോദ്യം 52. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? ഉത്തരം ഡി ആണ്, ജസ്റ്റിസ് ഫസലാലി. ചോദ്യം 53. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച വർഷം ഏത്? ആരംഭിച്ച സ്ഥലം ഏത്? ഉത്തരം സി ആണ്, മീററ്റ്. ചോദ്യം 54. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം? കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ബി ആണ്, ഓണം. ചോദ്യം 55. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സി ആണ്, തുലാവർഷം. ചോദ്യം 56. വരിക വരിക സഹചരി വരിക സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിൻ്റെ രചയിതാവ് ആര്? ചോദ്യം 56. ഉത്തരം ബി ആണ്, അംശി നാരായണപിള്ള. ചോദ്യം 57. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ഉത്തരം ബി ആണ്, ആലപ്പുഴ. ചോദ്യം 58. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം എ ആണ്, അയ്യങ്കാളി. ചോദ്യം 59. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ നിർമ്മിച്ച വർഷം? ഉത്തരം എ ആണ്, 1861. ചോദ്യം 60. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ഏത്? ഉത്തരം ഡി ആണ്, പയ്യന്നൂർ. ചോദ്യം 61. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൻ്റെ ഉത്തരം ബി ആണ്, 1ഉം 3ഉം. ചോദ്യം 62. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത്? ചോദ്യം 62. ഉത്തരം സി ആണ്, കോമ്പല്ല്. ചോദ്യം 63. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹ്യ ദുരുപയോഗത്തിനിരയായവർക്ക് മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര്? ചോദ്യം 63. ഉത്തരം എ ആണ്, ഭൂമിക. ചോദ്യം 64. സ്കർവി ഏത് വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി ആണ്, വിറ്റാമിൻ സി. ചോദ്യം 65. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം 65. ഉത്തരം ഡി ആണ്, പ്ലാസ്മ. ചോദ്യം 66. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏത്? ചോദ്യം 66. ഉത്തരം എ ആണ്, 2, 4. ചോദ്യം 67. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുമപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? ഉത്തരം സി ആണ്, അന്തോസൈനിൻ. ചോദ്യം 68. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ബി ആണ്, അനന്തമോഹൻ ചക്രവർത്തി. ചോദ്യം 69. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചോദ്യം 69. ഉത്തരം സി ആണ്, കാസർഗോഡ്. ചോദ്യം 70. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? ചോദ്യം 70. ഉത്തരം ഡി ആണ്, 1984. ചോദ്യം 71. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ചോദ്യം 71. ഉത്തരം സി ആണ്. ചോദ്യം 72. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രത മാർഗം ഏത്? ചോദ്യം 72. ഉത്തരം ഡി ആണ്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ചോദ്യം 73. റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏത്? ഉത്തരം ബി ആണ്, ലാന്തനോയിഡുകൾ. ചോദ്യം 74. ഘനജലത്തിൻ്റെ രാസസൂത്രം ഏത്? ഘനജലത്തിൻ്റെ രാസസൂത്രം? ഉത്തരം സി ആണ്, D2O. ചോദ്യം 75. ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ബി ആണ്, ആൻറ്റിബയോട്ടിക്സ്. ചോദ്യം 76. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര്? ഉത്തരം
ബി ആണ് സംവഹനം. ചോദ്യം 77. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ഉത്തരം സി ആണ് മണ്ണെണ്ണ. ചോദ്യം 78. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം 78. ഉത്തരം ഡി ആണ് മംഗൾയാൻ. ചോദ്യം 79. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര്? ചോദ്യം 79. ഉത്തരം എ ആണ് അപവർത്തനം. ചോദ്യം 80. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഡാഷ്. ഉത്തരം ബി ആണ് ഭ്രമണം. ചോദ്യം 81. വിട്ടുപോയ അക്കം പൂരിപ്പിക്കുക. 4, 10, 6, 13, 8 ഡാഷ്. ചോദ്യം 81. ഉത്തരം ബി ആണ് 16. ചോദ്യം 82. 50 മൈനസ് 15 ഭാഗം 3 ഇൻറ്റു 10 അധികം 27 എത്ര? അതിൻ്റെ ഉത്തരം എ ആണ് 27. ചോദ്യം 83. ചോദ്യം 83ൻ്റെ ഉത്തരം ഡി ആണ്. ചോദ്യം 84. ചോദ്യം 84ൻ്റെ ഉത്തരം ബി ആണ്. ചോദ്യം 85. ചോദ്യം 85ൻ്റെ ഉത്തരം എ ആണ്. ചോദ്യം 86. ചോദ്യം 86ൻ്റെ ഉത്തരം ബി ആണ്. ചോദ്യം 87. ചിത്രത്തിലെ രൂപത്തിൻ്റെ പരപ്പളവ് എത്ര? ചോദ്യം 87. അതിൻ്റെ ഉത്തരം സി ആണ്. അതിൻ്റെ ഉത്തരം. ചോദ്യം 88. 35, 28, എക്സ് 42, 32 ഇവയുടെ ശരാശരി 36 ആയാൽ എക്സിൻ്റെ വില എത്ര? ചോദ്യം 88. ഉത്തരം ഡി ആണ് 43. ചോദ്യം 89. ചോദ്യം 89ൻ്റെ ഉത്തരം എ ആണ്. ചോദ്യം 90. ഒറ്റയാനെ കണ്ടെത്തുക. 29, 39, 49, 69. അതിൻ്റെ ഉത്തരം സി ആണ്. അതിൻ്റെ ഉത്തരം 29. ചോദ്യം 91. ഒരു വരിയിൽ ജോണി മുന്നിൽ നിന്നും 9-മതും പിന്നിൽ നിന്നും 8-മതുമായാൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ചോദ്യം 91. ഉത്തരം ബി ആണ് 16 പേർ. ചോദ്യം 92. ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്നും 25 മീറ്റർ മുന്നോട്ട് നടന്ന് ബിയിലെത്തി. ചോദ്യം 92. അതിൻ്റെ ഉത്തരം സി ആണ് 45 മീറ്റർ. ചോദ്യം 93. 2020 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ച ആയാൽ 2020 മാർച്ച് 1-ാം തീയതി ഏത് ദിവസമാണ്? ഉത്തരം ബി ആണ് ഞായർ. ചോദ്യം 94. എയും ബിയും ഒറ്റ സംഖ്യകളായാൽ താഴെ പറയുന്നവയിൽ ഇരട്ട സംഖ്യയാകുന്നത് ഏത്? ചോദ്യം 94. അതിൻ്റെ ഉത്തരം ഡി ആണ് A+B. ചോദ്യം 95. ചോദ്യം 95ൻ്റെ ഉത്തരം ബി ആണ്. ചോദ്യം 96. ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ട്. പരപ്പളവ് 1500 ചതുരശ്ര മീറ്റർ ആയാൽ പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം എത്ര? ചോദ്യം 96. ഉത്തരം എ ആണ് 160 മീറ്റർ. ചോദ്യം 97. ഒരു ക്ലോക്കിലെ സമയം 9 മണിയായാൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയ്ക്കുള്ള കോൺ ഏത്? ഉത്തരം സി ആണ് 90 ഡിഗ്രി. ചോദ്യം 98. സോനു ഒരു സൈക്കിൾ 1500 രൂപയ്ക്ക് വാങ്ങി. 15% ലാഭത്തിൽ സൈക്കിൾ ഹരിക്ക് വിറ്റു. എങ്കിൽ വിറ്റ വില എത്ര? ഉത്തരം ഡി ആണ് 1725. ചോദ്യം 99. ഒരാൾ 75 km/h വേഗത്തിൽ കാർ ഓടിക്കുന്നുവെങ്കിൽ 50 മിനിറ്റിൽ അയാൾ സഞ്ചരിച്ച ദൂരം എത്ര? ഉത്തരം ബി ആണ് 62.5 മീറ്റർ. ചോദ്യം 100. നാഗപ്പൂർ എന്നതിനെ OBHQVS എന്ന് പ്രതികരിച്ചാൽ MVDLOPX എന്നത് ഏത് നഗരത്തെ പ്രതിനിധീകരിക്കുന്നു? ചോദ്യം 100. ഉത്തരം എ ആണ് ലക്നൗ. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.